ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ കറയൊന്ന് കളഞ്ഞെടുക്കാമേ. ഇതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കറ പിഴിഞ്ഞ് കളയണേ. ഇതിൻ്റെ കറയെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജാറിൽ ഇതിനാവശ്യത്തിലുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാമേ. ഞാൻ 5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. 3 വെളുത്തുള്ളി ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി മഞ്ഞൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നല്ല ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറുതായിട്ടൊന്ന് തോരനൊക്കെ അരിയുന്നതിൻ്റെ തൊട്ട് ഒന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ടൊന്നും അരിയൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കാമേ. അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ വാഴക്കൂമ്പ് അതിട്ട് കൊടുക്കുവാണ്. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറ് കെട്ടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ. കൂമ്പുതോരൻ വെന്തിട്ടുണ്ട്. ഇതിൽ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമാണെങ്കിൽ ഇതിൻ്റെ കറ കളഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഉണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റാമേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.